എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാളം പാഠഭാഗം ഏത് ഓണമുറ്റത്ത് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് ഞാൻ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരോട് പറഞ്ഞ് ആവശ്യമുള്ള കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻസിലൂടെ അറിയിക്കുക. ഏത് സംശയവും മലയാളാസ്പദമായിട്ടുള്ള ഏത് സംശയവും പരിഹരിച്ച് തരുന്നതാണ്. ഓക്കെ. അപ്പോൾ CBSE 10th പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്ന അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വളരെ അഭികാമ്യമാവും ഈ വളരെയധികം സഹായകമാകും ഈ വീഡിയോസ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക്. പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു ആരെ, നമ്മുടെ മഹാബലി തമ്പുരാനെ നമ്മൾ സ്വീകരിച്ച് മലയാള തറവാടിൻ്റെ അങ്കണ മണിപീഠത്തിൽ ഇരുത്താൻ നമ്മൾ പറഞ്ഞു അല്ലേ. അതുവരെ കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് പഴമയും പുതുമയും തമ്മിലുള്ള കമ്പാരിസണാണ്. കവി പറയുകയാണ്, ഞാനൊരു പുള്ളുവനാണ്. പുള്ളുവൻ എന്താണ്, പണ്ട് കാലം മുതൽ നമ്മുടെ ഈ മലയാള പുള്ളുവൻ പാട്ട് മലയാള ഭാഷാ സാഹിത്യത്തിൽ, പ്രത്യേകിച്ചും കവിതാ സാഹിത്യത്തിൽ പ്രത്യേകമായി വളരെ പ്രാധാന്യം അർഹിച്ചിട്ടുള്ളതാണ് പാട്ട് സാഹിത്യം. അതിൽ തന്നെ നാടൻ പാട്ടുകളുണ്ട്, അതുപോലെ പല സാമുദായിക ഗാനങ്ങളുണ്ട്. ആ സാമുദായിക പാട്ടുകളിൽ പുള്ളുവൻ പാട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്നത്തെ പോലെ മീഡിയാസൊന്നും അത്രമാത്രം അപ്ഡേറ്റഡ് അല്ലാതിരുന്ന കാലത്ത് സാധാരണക്കാരായിട്ടുള്ളവർക്ക് ആശ്രയിച്ചിരുന്നവർ ഇങ്ങനെയുള്ള പാട്ടുകളെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഓരോ വീടാന്തരം പുള്ളുവത്തിയും കയറി ഇറങ്ങി പുരാണ പാട്ടുകളൊക്കെ പാടും. അപ്പോൾ എന്തു ചെയ്യും, അവർക്ക് എന്തെങ്കിലുമൊക്കെ അവർ വന്ന് പാടുന്നതിൻ്റെ എന്തെങ്കിലും രൂപം നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ന് ആ ഒരു വിഭാഗത്തെ കണി കാണാൻ പോലും ഇല്ല. കാരണം ഇന്നത്തെ ജനതയ്ക്ക് ഇത്തരം പാട്ടുകളൊന്നും തന്നെ അത്ര താല്പര്യമില്ല. കാരണം അത് പഴമയ പാട്ടാണ്. ഇന്ന് എന്തും അടിച്ചുപൊളി പാട്ടിൻ്റെ പുറകെ പോകുന്ന ആധുനിക തലമുറ പഴമയെ മറക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അതിനൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കവി പറയുകയാണ്, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ, പായും കുടയും നെയ്യും പിന്നെ പല കൈവേലകൾ ചെയ്യും, പുഞ്ചകൾ കൊയ്യും കാലം കറ്റമെതിച്ചു കിതയ്ക്കും ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ കാലുകൾ നർത്തന കലവികൾ കൊള്ളാൻ അഴകിയ നാടൻ കവിതകൾ പാടിയിരിക്കും ചാരേ, ഞാനും കയ്യിലെ വീണപ്പെണ്ണും വെറ്റിലയൊന്നു മുറുക്കാൻ ഒന്ന് കുറിക്കാൻ നെല്ല് കിടച്ചാലായി. അതായത് കവി സ്വയം പറയുകയാണ്, ഞാനൊരു പഴയ പുള്ളുവനാണെന്നും അദ്ദേഹത്തിൻ്റെ ജോലി പായ് കുട തുടങ്ങിയവ നെയ്യലാണെന്നും അതുമാത്രമല്ല അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കൂടെ ഉണ്ട് ഞാനെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതായത് പുഞ്ചകൃഷി. ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. നഷ്ടപ്പെടുന്ന ഗ്രാമീണത, നഷ്ടപ്പെടുന്ന കാർഷിക സംസ്കാരം. ഇന്ന് കൃഷി കേരളീയന് അന്യമായിരിക്കുന്നു. പകരം നമ്മൾ അയൽ രാജ്യങ്ങളിൽ നിന്ന് കടം കൊള്ളുകയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, അധ്വാനിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കൂടെയാണ് ഞാൻ എപ്പോഴും എന്ന് പറയുകയാണ്. പായും കൂടെ പഴയ പുള്ളുവനാണ് ഞാനെന്ന് കവി പറയുന്നു. എന്തൊക്കെയാണ്? പായ് കുട നെയ്യും, അതുപോലെ തന്നെ പല കൈവേലകൾ ചെയ്യും, പുഞ്ചകൾ കൊയ്യുന്ന കാലത്ത് കറ്റമെതിച്ച് കിതയ്ക്കുന്ന, പുഞ്ചകൃഷിയൊക്കെ ഉള്ളപ്പോൾ കറ്റമെതിച്ച് കൃഷിയുടെ അതിൻ്റെ ഫലസമൃദ്ധി എടുത്തു കഴിയുമ്പോൾ അത് കറ്റ കൊയ്തെടുത്ത് അത് മെതിച്ച് കിതയ്ക്കുന്ന അധ്വാനിച്ച് വിഷമിക്കുന്ന ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, അവർക്കൊരു സന്തോഷം കൊടുക്കാൻ. അപ്പോൾ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മനസ്സിന് ഒരു സന്തോഷം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് മനസ്സിന് ഒരു സന്തോഷം കൊടുക്കണമെങ്കിൽ, അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിനോദത്തിന് വേണ്ടി പാട്ടുകൾ വേണം. അപ്പോൾ എന്തു ചെയ്യും? കറ്റമെതിച്ച് കിതയ്ക്കും ഗ്രാമപ്പെൺകൊടിമാരുടെ കരളുകൾ തുള്ളാൻ, അവരുടെ ഹൃദയത്തിന് ആഹ്ലാദദായകമായ രീതിയിൽ പാട്ടുപാടാനും അവരുടെ കാലുകൾക്ക് നർത്തന കലവികൾ കൊള്ളാൻ ഈ പാട്ടൊക്കെ പാടി ഞാൻ അടുത്തിരിക്കും. നാടൻ കവിതകൾ പാടിയിരിക്കും ചാരേ മീൻസ് അടുത്ത് ഇരിക്കും. അപ്പോൾ എന്തുണ്ടാവും? ഞാനും ഉണ്ടാവും. എൻ്റെ കയ്യിൽ എപ്പോഴും എൻ്റെ സന്തത സഹചാരിയായിട്ട് എപ്പോഴും വീണയും ഉണ്ടാകും. വീണപ്പെണ്ണെന്ന് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വീണയെയാണ്. എന്നിട്ട് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ, പ്രതിഫലത്തെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ, വെറ്റില ഒന്ന് മുറുക്കാൻ ഒന്ന് കൊറിക്കാൻ നെല്ല് കിടച്ചാലായി.
ഒന്ന് മുറുക്കാൻ വെറ്റിലയോ ഒന്ന് കുറിക്കാൻ നെല്ലോ കിട്ടിയാലായി. അപ്പോൾ എന്താണ്, യാതൊന്നും പ്രതീക്ഷിക്കാതെയാണ് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉള്ളതെന്ന് ഇവിടെ ആര്, പുള്ളുവൻ പറയുന്നു. അതായത് കവി പറയുകയാണ്. അതുമാത്രമല്ല, എപ്പോഴും എൻ്റെ കയ്യിലുള്ളത് വീണപ്പെണ്ണ്, വീണ എപ്പോഴും കയ്യിലുണ്ടാകും. അത് എന്നിട്ടോ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മനസ്സിന് ആഹ്ലാദം കൊടുക്കാനും അവരുടെ കാലുകൾക്ക് നർത്തന കലവികൾ, അതായത് നൃത്തം ചെയ്യാനും വേണ്ടി അവരുടെ മനസ്സിലിണങ്ങിയ പാട്ടും പാടി ഞാൻ അവരുടെ അടുത്തിരിക്കും, ഒന്നും പ്രതീക്ഷിക്കാതെ. എന്നിട്ടോ എന്താണ്, ഒന്ന് കുറിക്കാൻ നെല്ലോ ഒന്ന് മുറുക്കാനോ കൊടുത്താലായി എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര നന്നായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഭാഗങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.